Hi students, I am Priya. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻകം ഫ്രം സാലറി ആണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുപോലെ ഭാവിയിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻകം ഫ്രം സാലറി എന്നുള്ളൊരു ഹെഡാണ്. അതിനു മുമ്പ് നമുക്കറിയണം ഇൻകം ടാക്സ് ഈസ് ലെവിഡ് ഓൺ ദി ടോട്ടൽ ഇൻകം earned by the assessee during the previous year. Total income is calculated on the basis of gross total income. Gross total income includes income under 5 heads. As per section 14 of the Income Tax Act, income is chargeable under 5 heads of income. These 5 heads of income are: first one, income from salary, section 15 to 17. Second one, income from house property, section 22 to 27. Then third one, profits and gains from business or profession, section 28 to 44. Then fourth one, income from capital gain, section 45 to 55. Then last one, income from other sources, section 56 to 59. അല്ലേ? അപ്പോൾ 5 ഹെഡ്സ് ഓഫ് ഇൻകംസ് ആണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. സെക്ഷൻ 15 to 17 ആണ്. സെക്കൻഡ് വൺ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. സെക്ഷൻ 22 to 27 ആണ്. ദെൻ തേർഡ് വൺ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ ആണ്. PGBP എന്ന് ഷോർട്ട് ഫോമിൽ പറയും. നിങ്ങൾ അങ്ങനെ എഴുതരുത്, ജസ്റ്റ് പറയാമെന്ന് മാത്രം. എഴുതുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എന്ത് ചെയ്യണം? പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓഫ് പ്രൊഫഷൻ എഴുതണം. സെക്ഷൻ 28 to 44 ആണ്. ദെൻ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ദെൻ സെക്ഷൻ 45 to 55 വരെയാണ്. ദെൻ അടുത്തത് ലാസ്റ്റ് ഹെഡ്. ഇതിൽ 4 ഹെഡിലും വരാത്തതെല്ലാം നമ്മൾ റെസിഡ്യൂറി ഹെഡ് എന്നുള്ളൊരു ഹെഡ് പറയുന്നു. ദാറ്റ് ഹെഡ് ഈസ് നോൺ ആസ് ഇൻകം ഫ്രം റെസിഡ്യൂറി ഹെഡ്. ദാറ്റ് head is known as income from other sources. അത് സെക്ഷൻ 56 to 59 വരെയാണ് ഡീൽ ചെയ്യുന്നത്. ദെൻ ഈച്ച് ഹെഡ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ഓരോ ഹെഡിലും ഇൻകം ഫ്രം സാലറി സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഹൗസ് പ്രോപ്പർട്ടി സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, PGBP സെപ്പറേറ്റ്, ക്യാപിറ്റൽ ഗെയിൻ സെപ്പറേറ്റ് ആയി കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദെൻ അതർ സോഴ്സ് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓരോ ഹെഡും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ഈ 5 ഹെഡും കൂടി നമുക്ക് കൂട്ടിയാൽ എന്ത് കിട്ടും? നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഫ്രം ദി ഗ്രോസ് ടോട്ടൽ ഇൻകം വി ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U. The resultant figure is known as total income. അല്ലേ? ആ ടോട്ടൽ ഇൻകത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് ലയബിലിറ്റി ഓഫ് ദി അസസി ഈസ് കാൽക്കുലേറ്റഡ് ആസ് പെർ ദ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. ഫിനാൻസ് ആക്ടിൽ പ്രിസ്ക്രൈബ്ഡ് റേറ്റ് പറയും. ഓരോ അസസ്മെന്റ് ഇയറിലും നമുക്ക് ഇന്ന റേറ്റ് ഫോളോ ചെയ്യണമെന്ന് പറയും. അതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ടോട്ടൽ ഇൻകത്തിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ദെൻ അടുത്തത് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഇൻകം ഫ്രം സാലറി എന്നുള്ളൊരു ഹെഡാണ്. അല്ലേ? ഫസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം ആണിത്. അപ്പോൾ ഇൻകം ഫ്രം സാലറി പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയണം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം ആണ്. സെക്ഷൻ 15 to 17 ഡീൽസ് വിത്ത് ഇൻകം ഫ്രം സാലറി. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എല്ലാ ഓരോന്നിൻ്റെയും സ്റ്റാർട്ടിങ് സെക്ഷൻ ചാർജിങ് സെക്ഷനാണ്. ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയണം. അപ്പോൾ അതിന് സാലറിയുടെ ചാർജിങ് സെക്ഷൻ 15, ഹൗസ് പ്രോപ്പർട്ടി 22, PGBP 28, അങ്ങനെ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് സെക്ഷൻ പറയണത് അത് എങ്ങനെയൊക്കെ ചാർജ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. മനസ്സിലായോ? അതിലപ്പോൾ സെക്ഷൻ 15 to 17 ഡീൽസ് വിത്ത് ഇൻകം ഫ്രം സാലറി. പിന്നെ തേർഡ് പോയിന്റ് പറഞ്ഞു ഡ്യൂ ബേസിസ് ഓർ റെസീവ് ബേസിസ് വിച്ചെവർ ഈസ് ഏർലിയർ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് പറയേണ്ടത് സാലറി ഈസ് ചാർജബിൾ ടു ടാക്സ് ഓൺ ഡ്യൂ ബേസിസ് ഓർ റെസീറ്റ് ബേസിസ് വിച്ചെവർ ഈസ് ഏർലിയർ. എന്താണ് ഡ്യൂ ബേസിസ്, എന്താണ് റെസീറ്റ് ബേസിസ് നമുക്ക് പറയണം. ക്യാഷ് ബേസിസിനെ നമ്മൾ എന്ത് പറയണേ? ക്യാഷ് ബേസിസ് മീൻസ് റെസീറ്റ് ബേസിസ്, ഡ്യൂ ബേസിസ് മീൻസ് അപ്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. പേഴ്സൺ ഹാസ് ബീൻ എംപ്ലോയിഡ് ഓൺ 1st March. The salary becomes due on 31st March. It is known as due basis. But he receives the payment of salary on 5th April. It is known as receipt basis. മനസ്സിലായോ? അപ്പോൾ ഒരു ജോലിക്ക് ജോയിൻ ചെയ്തത് 1st മാർച്ചിലാണ്. ദെൻ അയാളുടെ സാലറി ഡ്യൂ ആണ് 31st മാർച്ച്. അല്ലേ? ആ മാസം 5-നാണ് നമുക്ക് എന്ത് ചെയ്യണം? സാലറി ഡ്യൂ ആണ്. പക്ഷെ അയാൾക്ക് കിട്ടിയത് എന്നാണ്? April 5-നാണ് സാലറി കിട്ടിയത്. അപ്പോൾ മനസ്സിലായോ? ഡ്യൂ എന്താണ്, റെസീറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ.
അല്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് ഇവിടെ സാലറി ഈസ് ചാർജബിൾ ടു ടാക്സ് ഓൺ ഡ്യൂ ബേസിസ് ഓർ റെസീപ്റ്റ് ബേസിസ് വിച്ച് എവർ ഈസ് ഏർലിയർ. അല്ലേ? ഡ്യൂ ആണോ ഫസ്റ്റ് ആണോ അപ്പോൾ അത് ചാർജ് ചെയ്യും, അല്ലെങ്കിൽ റെസീപ്റ്റ് ആണെന്ന് വെച്ചാൽ അത് ചാർജ് ചെയ്യും എന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ ഡ്യൂ ബേസിസ് പറഞ്ഞാൽ എന്താണ്? വെൻ ഇറ്റ് ഈസ് ഏൺഡ് ഈവൺ ഇഫ് ഇറ്റ് ഈസ് നോട്ട് റിസീവ്ഡ് ഇൻ ദ പ്രീവിയസ് ഇയർ, അതിനാണ് അപ്രൂവൽ എന്ന് പറയുന്നത്. ദെൻ റെസീപ്റ്റ് ബേസിസ് പറയുമ്പോൾ വെൻ ഇറ്റ് ഈസ് റിസീവ്ഡ് ഈവൺ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഏൺഡ് ഇൻ ദി പ്രീവിയസ് ഇയർ, അതിനെയാണ് നമ്മൾ റിസീപ്റ്റ് ബേസിസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ബേസിസ് ഓഫ് ചാർജിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഡ്യൂ ബേസിസിലായിരിക്കും അല്ലെങ്കിൽ റിസീപ്റ്റ് ബേസിസിലായിരിക്കും. ഏതാണോ ഫസ്റ്റ് വരുന്നത് അതിനെ നമ്മൾ ചാർജിങ് സെക്ഷനിൽ ചാർജ് ചെയ്യും, സാലറിയുടെ ഹെഡിൽ ചാർജ് ചെയ്യും എന്നാണ് നമ്മളിവിടെ പറയണത്. ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞു ഇൻകം ഫ്രം സാലറി പറയണത് സെക്ഷൻ 15 to 17 ഡീൽസ് വിത്ത് ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞു അല്ലേ. സെക്ഷൻ 15 എന്തിനാ പറയുന്നത്? ബേസിസ് ഓഫ് ചാർജ്, ചാർജബിലിറ്റി സെക്ഷനാണ് പറയണം. അവിടെ ഡ്യൂ ബേസിസ് ഓർ റെസീപ്റ്റ് ബേസിസ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ചാർജബിലിറ്റി സെക്ഷൻ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഇത് ബേസിസ് ഓഫ് ചാർജ് അല്ലെങ്കിൽ ചാർജബിലിറ്റി സെക്ഷൻ. അടുത്ത ഹെഡ് സെക്ഷൻ 16 ഡിഡക്ഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ എന്തൊക്കെ സാലറി എന്നുള്ള ഹെഡിൽ അണ്ടർ സെക്ഷൻ 16 പ്രകാരം സാലറി എന്നുള്ള ഹെഡിൽ 3 ഡിഡക്ഷൻസ് ആണ് കൊടുക്കുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സെക്ഷൻ 16(1)(a). ദെൻ സെക്ഷൻ 16(2) പറഞ്ഞിട്ട് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ദെൻ തേർഡ് വൺ 16(3). ശ്രദ്ധിക്കുക, എങ്ങനെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. 16(3) പ്രകാരം പ്രൊഫഷണൽ ടാക്സ്. ഇങ്ങനെ 3 ഡിഡക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സെക്ഷൻ 16(1)(a). അതിലെന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അസസ്മെൻറ്റ് ഇയർ 5, 6 വരെ കൊടുത്തിരുന്നു. പക്ഷേ അസസ്മെൻറ്റ് ഇയർ 2006 to 2007 ഇത് വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ നമുക്ക് ഓൾറെഡി അസസ്മെൻറ്റ് ഇയർ 05, 06 ഓൾറെഡി നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അസസ്മെൻറ്റ് ഇയർ 2005 to 2006 നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അസസ്മെൻറ്റ് ഇയർ 2006 to 2007 ഇത് എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. ഇനി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുക്കണ്ടെന്ന് വെച്ചു. പിന്നെ എഗെയിൻ അത് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അസസ്മെൻറ്റ് ഇയർ 2019, 2020 അത് റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അസസ്മെൻറ്റ് ഇയർ 2019-20 നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുത്തിരിക്കുന്നത് ₹40,000 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ അസസ്മെൻറ്റ് ഇയർ 2020-2021 നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുക്കുന്നത് ₹50,000 ആയിരുന്നു. ക്ലിയർ ആയോ? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സെക്ഷൻ 16(1)(a) സ്റ്റാൻഡേർഡ് ഡിഡക്ഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 2005-06 വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2006-07 അത് വിഡ്രോ ചെയ്തു. പിന്നെ 19-20 പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് ₹40,000 ആയിരുന്നു. പിന്നെ 2021 ഈ അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 ആണ്. നമ്മൾ 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അലോ ചെയ്യുന്നത്. മനസ്സിലായി? ദെൻ അടുത്ത സെക്ഷൻ 16(2) അത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. ദിസ് ഈസ് മെയിൻലി നമുക്ക് ഈ ഡിഡക്ഷൻ അലോ ചെയ്യുന്നത് ഗവൺമെൻറ് എംപ്ലോയീസിനാണ് കൊടുക്കുന്നത്. ഗവൺമെൻറ് എംപ്ലോയീസിന് മാക്സിമം ₹5,000 ആണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ കേസിൽ നമ്മൾ മെയിനായി മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഓൺലി ടു ഗവൺമെൻറ് എംപ്ലോയീസിനാണ്. ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ദ എമൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ്ഡ്, ദെൻ 1/5 ഓഫ് ബേസിക് സാലറി, ദെൻ ₹5,000 വിച്ച് എവർ ഈസ് ലെസ്. അതാണ് നമ്മൾ ഡിഡക്ഷനായിട്ട് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഇതൊക്കെ നമ്മൾ ചാപ്റ്ററിൽ ഡിഡക്ഷൻ വരുമ്പോൾ എഗെയിൻ ഞാൻ ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് ഒരു പോയിന്റ് പറയുന്നു. ദെൻ തേർഡ് വൺ സെക്ഷൻ 16(3) ആണ്. ആ 16(3) പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ടാക്സ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. ഈ പ്രൊഫഷണൽ ടാക്സ് പ്രീവിയസ് ഇയറിൽ എംപ്ലോയി കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഡക്ഷൻ കിട്ടും. മനസ്സിലായോ? എംപ്ലോയി ആക്ച്വലി പെയ്ഡ് ബൈ ദ എംപ്ലോയി ഇൻ ദ പ്രീവിയസ് ഇയർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും? പ്രൊഫഷണൽ ടാക്സിൻ്റെ ഡിഡക്ഷൻ കിട്ടും. എംപ്ലോയ്മെൻറ്റ് ടാക്സ് ഇറ്റ് ഈസ് മെയിൻലി ലെവീഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. മനസ്സിലായോ? ദെൻ അടുത്ത പോയിന്റ് സെക്ഷൻ 17 പ്രകാരം അല്ലേ. സെക്ഷൻ 17 പ്രകാരം സെക്ഷൻ 17(1) ഉണ്ട്. അതിൽ നമ്മൾ മീനിങ് ഓഫ് സാലറി ഡെഫിനിഷനൊക്കെ നമ്മൾ പഠിക്കുന്നു. ദെൻ സെക്ഷൻ 17(2) പർക്യൂസിറ്റ്സ്, അതും ഒരു ഡീറ്റെയിൽഡ് ഹെഡാണ്. നമുക്ക് അതർ ബെനിഫിറ്റ്സ് ഓർ അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. എംപ്ലോയിക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ കാർ ഫെസിലിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൗസ് റെൻ്റ് അലവൻസ് ആയിരിക്കാം,
അല്ലേ, ചിലപ്പോൾ സെർവൻറ്റിനെ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യണ പെർക്വിസിറ്റിലാണ്. ദെൻ ലാസ്റ്റ് സെക്ഷൻ 17(3)ൽ സെക്ഷൻ 17 സബ്സെക്ഷൻ 3 ആണ്. അതിൽ പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി, അത് നമ്മൾ എന്താണെന്ന് പഠിക്കും. ഇത്രയൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻകം ഫ്രം സാലറിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പറഞ്ഞു സെക്ഷൻ 15 to 17 ഡീൽസ് വിത്ത് ഇൻകം ഫ്രം സാലറി. അതിൽ 15 എന്താ ഡീൽ ചെയ്യണത്, ബേസിസ് ഓഫ് ചാർജ്, ദാറ്റ് മീൻസ് ചാർജബിലിറ്റി സെക്ഷനാണ്. എങ്ങനെയൊക്കെയാണ് സാലറി ചാർജ് ചെയ്യണത് എന്നാണ് അതിൽ പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? ദെൻ സെക്ഷൻ 16 നമ്മൾ പറയുന്നത് ഡിഡക്ഷൻസിനെ കുറിച്ചിട്ടാണ്. ഈ ഡിഡക്ഷൻസ് 3 ഡിഡക്ഷൻസ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സെക്ഷൻ 16(1)(a) പറയുന്നു. സെക്കൻഡ് വൺ എന്റർടൈൻമെന്റ് അലവൻസ് 16(2) പറയുന്നു. ദെൻ തേർഡ് വൺ പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ടാക്സ് എന്ന് പറയുന്നു. അത് നമ്മൾ സെക്ഷൻ 63 പറയുന്നു. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ കാര്യം പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 2005-06 അസസ്മെന്റ് ഇയറിലാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അതുവരെ നിലവിലുണ്ടായിരുന്നു. പക്ഷേ 2006-07 അത് വിഡ്രോ ചെയ്തു. മനസ്സിലായി? പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ 1920 വരെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുത്തിട്ടില്ല. ദെൻ എഗെയിൻ അത് റീഇൻട്രൊഡ്യൂസ് ചെയ്തു. 2019-20 റീഇൻട്രൊഡ്യൂസ് ചെയ്തു. എത്ര എമൗണ്ടാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുത്തിരിക്കുന്നത്, ₹40,000, 40,000 രൂപയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുത്തത്. പക്ഷേ ഈ വർഷം നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, പക്ഷേ എമൗണ്ട് മാറി ₹50,000, 50,000 രൂപയാണ്. ഏത് അസസ്മെന്റ് ഇയർ, 2020-2021. ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? ദെൻ അടുത്തത് എന്റർടൈൻമെന്റ് അലവൻസ് സെക്ഷൻ 16 സബ്സെക്ഷൻ 2 പ്രകാരം അടുത്ത ഡിഡക്ഷൻ കൊടുക്കുന്നത് എന്റർടൈൻമെന്റ് അലവൻസ് ആണ്. ഈ ഡിഡക്ഷൻ ആർക്കാ കൊടുക്കണം, ഓൺലി ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആക്ച്വൽ എമൗണ്ട് ഓഫ് എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ്, ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് വൺ 1/5 ഓഫ് ബേസിക് സാലറി. ദെൻ തേർഡ് പോയിന്റ് ₹5,000 വിച്ച് എവർ ഈസ് ലെസ്. ഈ 3 എമൗണ്ടിൽ ഏറ്റവും കുറവ് ഏതാണോ അതാണ് നമ്മൾ ഡിഡക്ഷനായിട്ട് കൊടുക്കുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ് സെക്ഷൻ 16(3) പ്രകാരം പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ടാക്സ് ആണ്. ഈ പ്രൊഫഷണൽ ടാക്സ് ഓർ എംപ്ലോയ്മെന്റ് ടാക്സ് ഈസ് ലെവീഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് എലിജിബിൾ ആസ് ഡിഡക്ഷൻ. മനസ്സിലായോ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ലെവി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എലിജിബിൾ ആസ് ഡിഡക്ഷൻ. ദെൻ ദി എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ദ ഡിഡക്ഷൻ വിൽ ബി അലൗഡ് ഇൻ ദ ഇയർ ഇൻ വിച്ച് ദി ടാക്സ് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി എംപ്ലോയി ടാക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പ്രൊഫഷണൽ ടാക്സിൻ്റെ ഡിഡക്ഷൻ നമുക്ക് പ്രീവിയസ് ഇയറിൽ എംപ്ലോയി പ്രൊഫഷണൽ ടാക്സ് കൊടുത്തു എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ നമുക്കതിന് ഡിഡക്ഷൻ കിട്ടും എന്നാണ് അവിടെ പറയുന്നത്. ദെൻ ലാസ്റ്റ് ഹെഡ് സെക്ഷൻ 17 പ്രകാരം മൂന്നെണ്ണമാണ് ഇൻക്ലൂഡ് ചെയ്യണത്. സെക്ഷൻ 17(1) മീനിങ് ഓഫ് സാലറിയാണ്, അത് ഞാൻ പറഞ്ഞു തരും. ദെൻ സെക്ഷൻ 17(2) പെർക്വിസിറ്റ്സ് ആണ് അല്ലേ. നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് ഓഫ് ഫെസിലിറ്റീസ് എംപ്ലോയിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കാർ ഫെസിലിറ്റീസ് ആവാം, അല്ലെങ്കിൽ ഹൗസ് റെന്റ് അലവൻസ് ആവാം, അല്ലെങ്കിൽ സെർവൻറ്റ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നിലും പറയുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ സെക്ഷൻ 17 സെക്ഷൻ 3 ആണ്. അതിൽ പ്രോഫിറ്റ് ലിയോ സാലറി, അതും എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇത്രയൊക്കെയാണ് ഇൻകം ഫ്രം സാലറിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജസ്റ്റ് ഒരു ചെറിയൊരു ഫോർമാറ്റ് നമുക്ക് ഈസി ആയിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറി നമ്മൾ 17(1) പറഞ്ഞല്ലോ, ഓരോ സെക്ഷനും അവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കുക. സാലറി പ്ലസ് അലവൻസസ് പ്ലസ് പെർക്വിസിറ്റ്സ് പ്ലസ് പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി, അങ്ങനെ എന്തൊക്കെ തന്നിരിക്കണോ, അലവൻസിനും കുറേ വരും, പെർക്വിസിറ്റിനും കുറേ വരും, എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്ത് കിട്ടുന്നു, നമുക്ക് ഗ്രോസ് സാലറി കിട്ടുന്നു. ഫ്രം ദി ഗ്രോസ് സാലറിയിൽ നിന്ന് വി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 പ്രകാരമുള്ള സാലറിയിലെ ഡിഡക്ഷനാണ് കേട്ടോ. സാലറിയിൽ അണ്ടർ സെക്ഷൻ 16 പ്രകാരം കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, എന്റർടൈൻമെന്റ് അലവൻസ്, പ്രൊഫഷണൽ ടാക്സ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി അല്ലെങ്കിൽ ടാക്സബിൾ സാലറി നമുക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. ഇതാണ് നമ്മൾ ജസ്റ്റ് ഫോം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം, സാലറി അല്ലേ, ബേസിക് സാലറി, DA, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. സാലറി പിന്നെ അതിൽ അലവൻസിൽ അതൊക്കെ വരും, മനസ്സിലായോ? സാലറി പ്ലസ് അലവൻസസ് പ്ലസ് പെർക്വിസിറ്റ്സ് പ്ലസ് പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി, ഇത് 4 കൂടി നമുക്ക് sum total of these 4 is known as gross total income. From the gross total income we deduct deductions under section 16. There are 3 types of deduction under section 16. First one is standard deduction, second one is entertainment allowance, and third one is professional tax. Then ഈ 3 കൂടി കൂട്ടിയിട്ട് നമ്മൾ ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി അല്ലെങ്കിൽ ടാക്സബിൾ സാലറി നമുക്ക് കിട്ടും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമാറ്റ് ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഫ്രം സാലറി എന്നുള്ളൊരു ഹെഡിലെ
ഫോർമാറ്റാണ് പറയുന്നത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ഫോർമാറ്റാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അതിൽ ഒരു പർട്ടിക്കുലേഴ്സ് കോളും 2 എമൗണ്ട് കോളും പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഫസ്റ്റ് ഐറ്റം ബേസിക് സാലറി അല്ലെങ്കിൽ ബേസിക് പേ എന്ന് പറഞ്ഞു തരും. അത് പെർ മന്ത് ആണെങ്കിൽ ഇൻറ്റു 12 ചെയ്തിട്ട് എഴുതാം. ദെൻ അടുത്ത ഡിയർനെസ് പേ ഓർ DA ആണ്. ദെൻ അടുത്ത ഐറ്റം അതർ ടാക്സബിൾ അലവൻസസ് ആണ്. അടുത്ത ഐറ്റം അലവൻസസ് ടാക്സബിൾ പാർട്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ അലവൻസിൽ ഫുള്ളി ടാക്സബിൾ ഉണ്ട്, പിന്നെ എക്സംപ്റ്റ് ചെയ്ത കുറച്ച് അലവൻസ് ഉണ്ട്. അപ്പോൾ എക്സംപ്റ്റ് ചെയ്ത അലവൻസ് നമ്മൾ അലവൻസ് എഴുതി ടോട്ടൽ എഴുതിയിട്ട് അതിന് എക്സംപ്റ്റഡ് എമൗണ്ട് ലെസ് ചെയ്തിട്ട് ബാക്കി ടാക്സ് ചെയ്യുള്ളൂ, മനസ്സിലാക്കുക. ദെൻ അടുത്തത് ടാക്സബിൾ പെർക്വിസിറ്റ്സ്. ദെൻ അടുത്തത് പ്രോഫിറ്റ് ഇൻ ലീവ് ഓഫ് സാലറി. അടുത്തത് എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ് എമൗണ്ട് റിസീവ്ഡ് ഡ്യൂറിംഗ് ദി സർവീസ്. ദെൻ employers contribution to RPF in excess of 12% of salary. Then അടുത്തത് ഇൻട്രസ്റ്റ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനിൽ തന്നെ വരുന്ന തന്നെയാണ് ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 9.5% ഓൺ RPF. ദെൻ അടുത്ത ഹെഡ് നമ്മൾ പറയുന്നത് ഇഫ് എംപ്ലോയി റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ബെനിഫിറ്റുകളൊക്കെയാണ്. അപ്പോൾ ആഡ് ദ ഫോളോയിങ് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എമൗണ്ട് റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ദെൻ അടുത്ത ഐറ്റം എംപ്ലോയർ കോൺട്രിബ്യൂഷൻ പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. അല്ലേ, നമുക്ക് ലംസമായിട്ട് കിട്ടുമ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ ദെൻ RPF-ലൂടെ നമുക്ക് കിട്ടും, ദാറ്റ് ഈസ് URPF അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലംസമായി കിട്ടുമ്പോൾ നമ്മൾ എംപ്ലോയറുടെ ഷെയറും ഇൻട്രസ്റ്റും ടാക്സ് ചെയ്യും. ദെൻ അടുത്ത ഹെഡ് ടാക്സബിൾ പാർട്ട് ഓഫ് പറഞ്ഞിട്ട് ഗ്രാറ്റുവിറ്റി. ഇതൊക്കെ ഓരോന്നിലും കാൽക്കുലേഷൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരും. പക്ഷെ എന്താ പോയിന്റ് നോക്കുക, ഗ്രാറ്റുവിറ്റി, ദെൻ എൻകാഷ്മെന്റ് ഓഫ് ഏൺഡ് ലീവ്, ദെൻ ടാക്സബിൾ പാർട്ട് ഓഫ് റിട്രെഞ്ച്മെന്റ് കോമ്പൻസേഷൻ. ബ്രാക്കറ്റിലെ ഈ റിട്രെഞ്ച് പിരിച്ചുവിട്ടാൽ മാത്രമേ അത് വരുള്ളൂ, അപ്പോൾ അതുണ്ടെങ്കിൽ അത് എടുക്കുക. ദെൻ ടാക്സബിൾ പാർട്ട് ഓഫ് VRS കോമ്പൻസേഷൻ. ദെൻ അടുത്തത് പെൻഷൻ എന്നുള്ളൊരു ഹെഡിൽ ടാക്സബിൾ പാർട്ട് ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ. ദെൻ അടുത്തത് മന്ത്ലി പെൻഷൻ ടിൽ ദ എൻഡ് ഓഫ് പ്രീവിയസ് ഇയർ. ദെൻ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നു. ഫ്രം ദി ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ ഡിഡക്ഷൻസ് ചെയ്യുന്നു. അണ്ടർ സെക്ഷൻ 16 പ്രകാരം 3 ഡിഡക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ₹50,000 രൂപ. എന്റർടൈൻമെന്റ് അലവൻസ് നമുക്ക് ഗവൺമെന്റ് എംപ്ലോയീസിനെ നമ്മൾ കൊടുക്കുള്ളൂ, മാക്സിമം 5,000 ആണ് നമ്മൾ പറഞ്ഞു. ആ കേസുകൾ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ദെൻ അടുത്തത് എംപ്ലോയ്മെന്റ് ടാക്സ് ഓർ പ്രൊഫഷണൽ ടാക്സ്. അല്ലെ, എംപ്ലോയി കൊടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ കൊടുക്കുകയാണെങ്കിൽ അത് ലെസ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 കൂട്ടിയിട്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടാക്സബിൾ സാലറി കിട്ടും. ഇതാണ് ഇതിന്റെ ഒരു ചെറിയൊരു ഫോർമാറ്റ്. ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ യൂസ്ഫുൾ ആവും.